ആളുകളെ പിടിച്ചു. പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര സങ്കടം? നന്മയും ഇതും നന്മ ചെയ്തവർ തിന്മ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇല്ലല്ലോ. ഇവര് അങ്ങനെ വസ്ത്രം ധരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ അവഹേളിക്കാൻ പറ്റില്ല. അവര് സെലിബ്രിറ്റി അല്ലേ. വസ്ത്രം ധരിച്ചാലുള്ളവർ പുറത്തേക്ക് ഇറങ്ങണേ, എന്ത് ധരിക്കണോ എന്ത് കഴിക്കണോ എന്നുള്ളതൊക്കെ ഒരു മനുഷ്യന്റെ ഇഷ്ടമാണ്. പുള്ളിക്ക് പൈസ ഒത്തിരി ഉണ്ടെന്നും പറഞ്ഞ ഇതുണ്ട്. ആരുടെയിലും ഇപ്പൊ പൈസ ഇല്ലാത്ത പ്രമുഖ വ്യവസായി, സമൂഹത്തിൽ പല ഗുണകരമായ കാര്യങ്ങളും ചെയ്ത വ്യക്തി ബോബി ചെമ്മന്നൂർ. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം സ്ത്രീതത്വത്തെ വളരെയധികം അപമാനിച്ചിട്ടുള്ള കമന്റുകളും പ്രസ്താവനകളുമാണ് ഇറക്കിയിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എനിക്ക് ഒരു ദിവസം ഒരു മോഡ്, വേറെ ദിവസം വേറൊരു മോഡ്. ഇങ്ങനെ പോയാൽ പറ്റുമോ? നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കല് ഇപ്പൊ ആദ്യമായിട്ടൊന്നുമല്ല. ഇതിപ്പോ ഈ ബേബി ചെമ്മണ്ണൂർ അങ്ങനെ പറയണ്ടി അയാളുടെ പേരിൽ നടപടി എടുക്കണം, കേസെടുക്കണം. അയാളിപ്പോ കേസെടുത്തിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് അങ്ങനെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ അവഹേളിക്കാൻ പറ്റില്ല. അവരൊരു സെലിബ്രിറ്റി അല്ലേ. അവര് പല പരിപാടി ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും. അവർക്ക് സ്ഥിരം അതിൻ്റെ ഒരു പരിപാടി, അത് അവരുടെ വരുമാനം കൂടിയാണ്. അപ്പൊ അവര് സാധാരണ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചാൽ പോടാ. അത് ഇവര് ഇങ്ങനെ ഈ അശ്ലീല സ്റ്റോറിലുള്ള കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇങ്ങനെ കഴിഞ്ഞ സ്ത്രീത്വത്തെ അപമാനിക്കണമെങ്കിൽ അതിന് കേസെടുക്കണം, അത് അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിയമത്തിന്റെ വഴി നടക്കും. സർക്കാർ ചെയ്തതല്ലോ. സർക്കാർ ഈ നിയമത്തിന്റെ വഴിക്കല്ല, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത്. ഇനി അറസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ 10-30 പേരുടെ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. കമന്റ് അതേ സൈസാണ്, നമ്മളും കാണാറുണ്ടത്. അശ്ലീല കമന്റുകളാണ്. അവരെന്ന് പറഞ്ഞാൽ ഇത്ര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഉദ്ഘാടന വേദികളിലൊക്കെ ഇപ്പൊ ഇവിടെയായി. ഈ ഓപ്പോസിറ്റ് കാണുന്ന ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിനെതിരെ ഇങ്ങനെ വെറുതെ കമന്റ് ആളുകൾക്ക് വേറെ ഒരു തൊഴിലില്ലാത്ത ആൾക്കാരാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങേരെന്ന് പറഞ്ഞാൽ ഈ ബോബി ചെമ്മണെന്ന് പറഞ്ഞാൽ പുള്ളി അറിയപ്പെടുന്ന ഒരാളല്ലേ. പുള്ളി അങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഒത്തിരി സാമൂഹിക പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും അതിനൊക്കെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റാണ് പുള്ളി ചെയ്യണതും. പുള്ളിയുടെ പ്രവൃത്തി ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ആളാണ് ഈ പുള്ളി. ആ പൊതു കാര്യങ്ങൾക്ക് എപ്പോഴും മുൻപന്തിയിലുള്ള ആളാണ്. ആ പുള്ളിയുടെ ഭാഗത്തേക്കുള്ള ഇങ്ങനെ ഒരു ഇതൊക്കെ വരുന്ന പറഞ്ഞാൽ അത് മോശമാണ്. അത് പുള്ളിയുടെ ആ ഇമേജ് പോയത് തന്നെ. അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിയമം എല്ലാവർക്കും സമമായിരിക്കണം. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അതിപ്പോ ബോബി ചെമ്മണ്ണൂരല്ല, ആരായാലും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് അഭിപ്രായം. അദ്ദേഹം പൊതുവായിട്ട് സമൂഹത്തിന് നന്മ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ടൊരു ബന്ധമില്ല. നന്മയും ഇതും നന്മ ചെയ്യുന്നവർ തിന്മ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇല്ലല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷപ്പെടണം, അതന്നെ അഭിപ്രായം. അദ്ദേഹം ചെയ്തത് ശരിയാണെന്നും പറയാൻ പറ്റില്ല. അത്ര പോക്കരുത്തരം ചെയ്യുമ്പോൾ നടപടികൾ വേണം, അല്ലെങ്കിൽ ഇത് തുടർന്ന് ആളുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വസ്ത്രം ധരിച്ചാലുള്ളവർ പുറത്തേക്ക് ഇറങ്ങണേ, എന്ത് ധരിക്കണോ എന്ത് കഴിക്കണോ എന്നുള്ളതൊക്കെ ഒരു മനുഷ്യന്റെ ഇഷ്ടമാണ്. കാശിന്റെ കയ്യിൽ വെച്ച് മര്യാദയ്ക്ക് ഇറങ്ങണം ബോബി ചെമ്മന്നൂർ. സോഷ്യൽ മീഡിയയിൽ കമന്റ് പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാം അശ്ലീലമാണ്, നമ്മൾ കണ്ടു മടുത്തു. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. ഇത്തരത്തിൽ ആളുകൾ തുടങ്ങിയാൽ നമുക്ക് കുടുംബമായിട്ട് പുറത്തിറങ്ങണ്ടേ? നമുക്ക് കുടുംബത്തെ കാണിക്കാൻ പറ്റത്തില്ല, പൊത്തിപ്പിടിക്കേണ്ടി വരും. അത് ഡ്രസ്സ് ധരിച്ച് ഇറങ്ങുന്ന കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയണേ. അതിലിപ്പോ നമ്മൾ ഒരാളായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടോ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയാലോ കഴിക്കുന്ന ഭക്ഷണമോ ഡ്രസ്സോ നമുക്ക് ഇഷ്ടം, അത് കോടതി വരെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാ. ശിക്ഷ അർഹിക്കുന്നുണ്ടോ ബോച്ച്? അതിനെ ചോദ്യം ചെയ്യാൻ നമ്മളാരും അല്ലല്ലോ. ഇന്ത്യൻ നിയമവ്യവസ്ഥയല്ലേ അത്. പിന്നെ അതിനെ പുള്ളിനെ ന്യായീകരിക്കാനൊന്നും ഞങ്ങളില്ല. ചെയ്ത തെറ്റ് തന്നെ. പിന്നെ ഫാമിലിയായിട്ട് പുറത്തിറങ്ങുന്നവരാ നമ്മളും. ഇന്നത്തെ യുവജനങ്ങൾ ചെറിയ പെൺപിള്ളേരൊക്കെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ട്. അതിനെ നോക്കി പുറകാണെന്ന് കമന്റ് പറയണത് ഒരിക്കലും ശരിയല്ല. പിന്നെ ആ ഡ്രസ്സ് ശരിയാണോ ഇല്ലോ എന്നുള്ളത് അതിന്റെ കാരണന്മാർ തീരുമാനിക്കും. ഫസ്റ്റ് സമൂഹത്തിന് ഗുണം ചെയ്യും. സ്ത്രീകളെ മോശമാക്കണത് പൊതുവെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളെ ആണെങ്കിലും നമ്മൾ ആരെയും ഒരു നിഷേധകമായിട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും, ആണാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. അത് ആരും അവഹേളനമായിട്ട് പറയാൻ പാടില്ല. അതിപ്പോ നല്ലൊരു തീരുമാനമാണ് ഇപ്പൊ സർക്കാർ എടുത്തേക്കുന്നത്. ഇത് ബിസിനസിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പൊതുവെ ഒരു അങ്ങനെയുള്ള ഒരു സംഭവം ബിസിനസ് അല്ല ഇവിടെ. പൊതുവെ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും നമ്മ നിഷേധമായിട്ട് ഒന്നും പറയാൻ പാടില്ല. ബിസിനസ് അല്ല ചിന്തിക്കേണ്ടത്. അവിടെ ബിസിനസ് ഒന്നും അല്ല. എനിക്ക് ദൂഷ്യം വരുന്നത് മറ്റൊരാൾ പറയാൻ പാടില്ല, മറ്റൊരാൾക്ക് ദൂഷ്യം വരുന്നത് ഞാനും പറയാൻ പാടില്ല. അത് പൊതുവെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ മറ്റേ ഒരു നടിയെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പൊ വളരെ മോശമായ ഭാഷയിലാണ് എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല. പിന്നെ പുള്ളിക്ക് പൈസ ഒത്തിരി ഉണ്ടെന്നും പറഞ്ഞ ഇതുണ്ട്. ആരുടെയിലും ഇപ്പൊ പൈസ ഇല്ലാത്ത എല്ലാവരുടെയിലും പൈസ ഉണ്ട്. നമ്മളൊന്നും വെളിയിൽ കാണിക്കാറില്ല. നമ്മളുണ്ടെങ്കിൽ തന്നെ
നമ്മുടെ ഒന്നുമില്ലെന്നേ പറയത്തുള്ളൂ. അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങേർക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി വരേണ്ടതുണ്ട്. മെച്യൂരിറ്റി വരാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ലാണ്ട് ഒരാഴ്ച നമ്മുടെ തിരുവനന്തപുരത്തെ ക്യാൻസർ ആശുപത്രിയിൽ നിന്ന് പോയാൽ മതി, പുള്ളി കറക്റ്റ് ആവും. പുള്ളി ജയിലിൽ വിടണ്ട, ഒന്നും വിടണ്ട, ഒരാഴ്ച അവിടെ നിന്നാൽ മതി. വളരെ സത്യം. ക്യാൻസർ ആശുപത്രി ഞാൻ അവിടെ നിന്നിട്ടുള്ളതുകൊണ്ടാ പറഞ്ഞത്. എനിക്കറിയാം. ഫാദർ ഇതായിട്ടേ അവിടെ നരകിച്ചു പോകും. അല്ലെങ്കിൽ ഇവിടെ ക്യാൻസർ വാർഡുണ്ട് ഈ ജനറൽ ആശുപത്രിയിൽ. അവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞാൽ മതി. ഈ പൈസയൊക്കെ കണക്കാ, പൈസ ഇരിക്കുന്നതിൽ നിന്ന് കാര്യമൊന്നുമില്ല. അതെ, അവിടെ അവിടെ ഒരാഴ്ച അവിടെ ഇത് കൊടുത്താൽ മതി, നല്ല പ്രവൃത്തിക്ക് അവിടെ അയച്ചാൽ മതി. അത് കഴിയുമ്പോൾ അങ്ങയുടെ സ്വഭാവം തന്നെ മാറിക്കോളും. നമ്മൾ ജയിലിൽ വിടണ്ട, ഒന്നും വിടണ്ട. അദ്ദേഹം സമൂഹത്തിന് ഉതകുന്ന നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പരാമർശത്തോടെ അദ്ദേഹം താഴെ പോകില്ലേ? അതെ, തീർച്ചയായിട്ടും അത് മോശമായി. സമൂഹത്തിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യും, A or B. പക്ഷെ അതല്ല പ്രശ്നം. നമ്മളൊരാൾക്ക് പെരുമാറുമ്പോൾ, ഇപ്പൊ ഞാനും ചെറുപ്പത്തിൽ അഹംഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ മൈൽഡായിട്ട് സംസാരിക്കുള്ളായിരുന്നു, വഴക്കിന് പോകാറില്ല, ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം ആ സ്വഭാവം. അല്ലാണ്ട് ഞാൻ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. ഇപ്പൊ വയനാട്ടില് ഇവിടെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും ഒലിച്ചു പോയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൈസ ഉള്ളവനും ഇല്ലാത്തവരൊക്കെ പോയി. അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. യു ടു ബി കുറച്ചുകൂടെ കോമ്പിറ്റന്റ് ആവണം, കുറച്ചുകൂടെ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ ബഹുമാനിക്കാം. തീർച്ചയായിട്ടും ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിശയിപ്പിക്കാണ്ടിരുന്നാൽ മതി. ബഹുമാനം ഇപ്പൊ ആവശ്യമൊന്നുമില്ല. കാരണം വേറൊരാളല്ലോ നമ്മൾ ബഹുമാനിക്കണ്ടേ. അയാളെ പിടിച്ചു, പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര സങ്കടം? നമുക്ക് സങ്കടമല്ല, നമ്മുടെ ഞങ്ങളുടെ മുന്നിൽ എത്തുന്ന ആൾക്കാരല്ലേ. ഓക്കെ, അയാളെ പിടിച്ചു, അത് അവരുടെ ഇഷ്യൂസ്, അത് തീർന്നു. ഇവിടെ എന്തൊക്കെ വേറെ ഇഷ്യൂസ് അതല്ല നമ്മൾ പ്രതികരിക്കണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം വേറൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഇതില്ല. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇറങ്ങുന്നു. വേറൊരു കാര്യത്തിന് നിങ്ങൾ ഇടപെടാറുണ്ട്? എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. ഒരു കാര്യത്തിൽ ഏത് കാര്യത്തിൽ ഇനി ഇടപെടേണ്ടി? ഇങ്ങനെയുള്ള മേജർ ഇഷ്യൂസ് ഒത്തിരി ന്യൂസ് ചാനലുകൾ ഏറ്റവും പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഉള്ള രണ്ട് സെലിബ്രിറ്റീസ് ഇഷ്യൂ ആയതുകൊണ്ട് മാത്രം ഇടപെടുന്നു. അതല്ല നോർമലി മിക്ക ഇഷ്യൂസും നിങ്ങൾ ഇടപെടാറ് പോലും ഇല്ല. എങ്ങനെ പറയാൻ പറ്റുമോ? അത് ഇവിടെ പുല്ലുവറയിൽ ഒരു വണ്ടി മറിഞ്ഞു. എത്ര ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു? അത് റിപ്പോർട്ട് ചെയ്തല്ലോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് പിന്നെ അവർ റിപ്പോർട്ട് ചെയ്തുള്ള ഈ ഇഷ്യൂസും പിന്നെ നിങ്ങൾ എന്തിനാ? ജനങ്ങളുടെ ഇടയിൽ നമ്മൾ എത്തിക്കണം. ജനങ്ങളുടെ പ്രതികരണമാണിത്. ഇത് പക്ക കറക്റ്റ് ആണ്. കാരണം ഞങ്ങൾ എഡിറ്റിംഗ് ഇല്ലാതെ തന്നെ അതുപോലെ തന്നെ ഇത് കാണിക്കും. നമ്മളിത് കണ്ടിട്ട് കേട്ടോ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ. സോഷ്യൽ മീഡിയ സ്ട്രോങ് അല്ലേ? ഓ അതെ, ഒന്നുകൂടി ഡബിൾ സ്ട്രോങ് ആണ്. വേറെ മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഏത് പൗരന്റെയും കടമയാണ്. അതനുസരിച്ച് ജീവിക്കുക. നമ്മുടെ കുട്ടികൾ വളർന്ന് നാണക്കേട് വരുത്തിയിട്ട് ആള് വലിയ ആളായിട്ട് എന്താ കാര്യം? അത്രേ ഉള്ളൂ പറയാം. നമ്മുടെ വളർന്നു വരുന്ന തലമുറ, ചേട്ടന്റെ കുട്ടികളില്ലേ, അവരിതൊക്കെ കണ്ടു വളരുമ്പോൾ അവിടെ നിലവാരം താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് പോകും. അവരും ആ രീതിയിൽ പ്രവർത്തിച്ചെന്ന് വരും. അത് ഇല്ലാണ്ടിരിക്കാൻ ശ്രമിക്കുക. അത് കാരണവന്മാരായാലും അമ്മമാരായാലും ശ്രദ്ധിക്കുക. സ്ത്രീത്വത്തെ മാനിക്കണം. അവരാണ് നമ്മുടെ നാടിൻ്റെ ശരിയായ നട്ടെല്ല്. എൻ്റെ അമ്മയായാലും പെങ്ങന്മാരായാലും ഒരു കുടുംബം പുലർത്തണമെങ്കിൽ അവരുടെ കഴിവ് 100% കറക്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു കുടുംബം മുമ്പോട്ട് പോകുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. പെണ്ണുങ്ങളായിട്ട് തല്ലുന്നവരുണ്ട്. കള്ളും കുടിച്ച് മയക്കുമരുന്നും കഴിച്ച് ആകെ മെനകേടാക്കി റോട്ടിലിട്ട് തല്ലുന്നതും പല വിക്രാന്ത കാരണങ്ങൾ പലതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് തന്നെ എന്ന് പറഞ്ഞ പോലെ അന്നേരം ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. നല്ല കാര്യം. ഓക്കെ.